ഹായ്. നല്ല മഴ, നല്ലൊരു കട്ടൻചായയും ജോൺസണിനൊക്കെ പാട്ടും കേട്ട് വീടിൻ്റെ ഉമ്മറത്ത് എൻ്റെ വീടാണ്. വീടിൻ്റെ ഉമ്മറത്ത് ഇങ്ങനെ ഇരിക്കേണ്ട ഒരു സമയമാണ്. എന്താ ചെയ്യുക, നമുക്കങ്ങനെ ഇരിക്കാൻ പറ്റില്ല. 4 പ്രൊജക്റ്റുകളാണ് ഇപ്പോൾ തൃശ്ശൂർ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഈ കാണുന്ന വീട് കൂർക്കഞ്ചേരിയിലുള്ള സൈറ്റാണ്. ഇത് ഇന്ന് പോയിട്ട് നമുക്ക് തുടങ്ങണം. ഭയങ്കര മഴയാണ്. അതുപോലെ തന്നെ അടുത്ത ഈ ഒരു വീടെന്ന് പറയണത് മണ്ണുത്തിയാണ് അല്ലേ? ഇതൊരു പ്രത്യേക തരം വീടാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ എലിവേഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലായില്ലേ, ലെയറായിട്ട് പോകുന്നൊരു വീടാണ്. അതും ഇന്ന് തുടങ്ങണം. ഇത് കരിവന്നൂർ, തൃശ്ശൂർ കരിവന്നൂർ ഇരിഞ്ഞാലക്കുട അടുത്തുള്ള ഒരു പ്രൊജക്റ്റാണ്. ഇതും ഇന്ന് തുടങ്ങേണ്ടതാണ്. പിന്നുള്ളത് ഇത് ഓൾറെഡി നമ്മൾ തുടങ്ങിയ പ്രൊജക്റ്റാണ്. അത് ഇരിഞ്ഞാലക്കുട തന്നെയാണ്. അതിൻ്റെ ഏകദേശം ചുമരിൻ്റെ വർക്കുകളൊക്കെ പകുതിയോളമായിട്ടുണ്ട്. അപ്പോൾ 3 പ്രൊജക്റ്റ് നമുക്ക് ഇന്നത്തെ ഈ ഒരു ദിവസം തുടങ്ങാണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു, മഴയായിട്ട് കട്ടൻ ചായയും കുടിച്ച് വീട്ടിലിരിക്കാൻ പറ്റില്ല. മെയിനായിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ വേനലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിള്ളേർ എങ്ങനെയൊക്കെ തുടങ്ങിക്കോളും. ഇതിപ്പോൾ എല്ലാ സൈറ്റിലും പോയി പന്തൽ കെട്ടി, അതായത് ഒരു വർക്കിംഗ് സ്പേസ് ഉണ്ടാക്കി കൊടുത്ത് എല്ലാവരും ഇന്ന് സെറ്റാക്കി എടുക്കേണ്ടത് അനിവാര്യമാണ്. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ലോസാകും പ്രൊജക്റ്റ്. കാരണം നമ്മൾ മഴക്കാലത്താണെന്നുണ്ടെങ്കിലും വർക്ക് നിർത്തണില്ല. അപ്പം നല്ല മഴ പെയ്യുമ്പോൾ അവർക്കൊരു ഷെൽട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമ്മളെ ടൂൾസുകളും കാര്യങ്ങളൊക്കെ വെക്കാനേലും മിനിമം നമുക്കൊരു ഷീറ്റോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ സൈറ്റിൽ ചെയ്തേ മതിയാവുള്ളൂ. ഇപ്പോൾ രാവിലെ ഞങ്ങൾ വീട്ടിൽ നിന്ന് പോരുമ്പോൾ നല്ല മഴയാണ്. ഇപ്പോൾ സൈറ്റിലെത്തിയപ്പോൾ ഒന്ന് മഴ തോർന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തോർച്ചയിൽ വേണം നമുക്ക് ഓപ്പണായി കിടക്കണതാണ്. ഒരു ഷെൽട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ എത്ര 5 സെൻറ്റ് സ്ഥലമല്ലേ ഉള്ളൂ. ആകെ 5 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. അപ്പോൾ 5 സെൻറ്റ് സ്ഥലത്ത് തന്നെ വീടാണ് വെക്കണത്. പിന്നെ ഇപ്പോൾ വേറൊരു സ്ഥലത്ത് മാറി നിൽക്കാനും കൂടിയില്ല. നമ്മൾ വെൽഡിങ് സെറ്റ്, ഗ്രൈൻഡർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണല്ലോ നമ്മൾ ഈ വീടുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അടുത്തൊരു മഴ പെയ്യണതിൻ്റെ മുന്നേ അതാ ചാറി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഓൾറെഡി തുടങ്ങി, അപ്പോഴേക്ക് തന്നെ മഴയും ചാറി തുടങ്ങി. ഒരു പായെങ്കിലും വലിച്ചു കെട്ടിയാലേ ഉള്ളൂ ഈ മഴയിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റുക. പിന്നെ നമ്മുടെ കമ്പനി ഇപ്പോൾ 2 വർഷമായി സ്റ്റാർട്ട് ചെയ്തിട്ട്, 2 വർഷം കഴിഞ്ഞു. അതിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ അറ്റ് എ ടൈം ഒരു 4 പ്രൊജക്റ്റ് ഒരേ ജില്ലകളിൽ, അതും അടുത്തടുത്ത് ഒരു 10-20 കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക് ഒത്തു വരുന്നത് കേട്ടോ. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേനൽക്കാലത്താണ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നല്ലൊരു ബെനിഫിറ്റ് ആയിരുന്നു. കാരണം എന്താ വെച്ചാൽ അടുത്തടുത്ത് പ്രൊജക്റ്റ് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾക്ക് സാധനങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാനും ലേബേഴ്സിനെ ചേഞ്ച് ചെയ്യാനൊക്കെ ഏറ്റവും നല്ല അനിവാര്യമായൊരു സമയമാണ് ഇങ്ങനെ അടുത്ത പ്രൊജക്റ്റ് കിട്ടിയാൽ. പക്ഷേ ഇപ്പോൾ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഉൾട്ടാവുക ചെയ്തത്. കാരണം എന്താ വെച്ചാൽ നല്ല മഴ സമയത്താണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ സാധാരണ രീതിയിലാണെന്നുണ്ടെങ്കിൽ 4 പ്രൊജക്റ്റ്, ഇപ്പോൾ ഓൾറെഡി 5 പ്രൊജക്റ്റ് ചുമര് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരെണ്ണം വയനാടാണ്. സാധാരണത്തെ രീതിയിൽ നമ്മളിതെങ്ങനെ വരിക വെച്ചാൽ ഈ 5 പ്രൊജക്റ്റും 5 ജില്ലകളിലാണ് ഉണ്ടാവാറ്. അങ്ങനെ ആകുമ്പോൾ എന്തൊരു സമാധാനം വെച്ചാൽ, ഇപ്പോൾ ഈ മഴയുടെ സമയമാണെന്നുണ്ടെങ്കിൽ ഒരു സൈറ്റിൽ, അതായത് ഒരു ജില്ലയിൽ മഴ പെയ്ത് കഴിഞ്ഞാലും അടുത്ത സൈറ്റിൽ വർക്ക് നടക്കുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയും സാധാരണ അങ്ങനെ നടക്കാറുമുണ്ട്. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാലോ, മഴ പഞ്ചായത്ത് അടിസ്ഥാനത്തിലാണ് മഴ പെയ്യാറ്. അപ്പോൾ ഇങ്ങനെ ജില്ലകൾ മാറി വർക്ക് ചെയ്യണ സമയത്ത് ചിലപ്പോൾ 4 ജില്ലയിൽ വർക്ക് നടക്കും. ഇപ്പോൾ ഒരു സ്ഥലത്ത് മഴ പെയ്യുകയാണെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ പ്രോജക്റ്റ് വരെ അങ്ങനെ ആയിരുന്നു. തിരുവനന്തപുരത്ത് മഴ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ മഴ ഉണ്ടാവാറില്ല. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും സൈറ്റിൽ ഞങ്ങൾക്ക് പരിപാടി നടന്നായിരുന്നു. ഇപ്പം എന്തുണ്ടായി വെച്ചാൽ എല്ലാ പ്രോജക്റ്റും തൃശ്ശൂർ ഒരു 25 കിലോമീറ്ററിൻ്റെ ഉള്ളിലായി പോയി 4 സൈറ്റും. അപ്പോൾ ഈ 4 സൈറ്റ് 25 കിലോമീറ്ററിൻ്റെ ഉള്ളിലായതുകൊണ്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ 4 സൈറ്റിലും പണി നടക്കാത്തൊരു സിറ്റുവേഷനായിട്ട് മാറി. ഇതാണ് മണ്ണുത്തിയിലുള്ള ആ സൈറ്റ്. മണ്ണുത്തിയിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു എലിവേഷൻ, അതായത് ഒരു വെറൈറ്റി വീടാണത്. കാരണം ഏറ്റവും ചുരുങ്ങിയ സ്ഥലത്ത് എത്ര 2.25 സെൻറ്റിൽ അത്യാവശ്യം വലിയൊരു വീടാവും. അതും അടിപൊളി 2 കാർ പാർക്കിങ്ങൊക്കെ ഉള്ള, കാർ പോർച്ചൊക്കെ ഉള്ള ഒരു വീടായിട്ടാണ് ചെയ്യണത്. പക്ഷെ ഞങ്ങളുടെ വണ്ടി കൊണ്ട് ഉള്ളിൽ കയറില്ല. വണ്ടികൾ മാത്രം കാറുകളൊക്കെ കയറുള്ളൂ. അതായത് ഈ കാണുന്നത് 2 കാർ പാർക്കിംഗ് ആണ്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ലെയറായിട്ടാണ് വരിക. ഈ നമുക്കൊരു 5 അടി ചുമരിട്ടിട്ട് ആദ്യം കാർ പോർച്ച് ചെയ്യണം. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ടീമിനെ നിർത്തി ചെയ്യാനെന്നുള്ള സമയമില്ല. ഒന്നാമത്തെ കാര്യം, അങ്ങനെ നിർത്തിയിട്ടും കാര്യമില്ല. കാരണം ഇത് ഫുള്ള് ചുമരാക്കിയിട്ട് ഒറ്റ ഫ്ലോറല്ല വാർക്കണത്. ഇപ്പം ഞാൻ നിൽക്കണ ആ ഒരു സ്പേസ് ഈ 5 അടി ഹൈറ്റിൽ, അതായത് വീടിൻ്റെ മുകളിൽ നിന്ന് 5 അടിയും താഴത്തുനിന്ന് നോക്കുകയാണെങ്കിൽ 7 അടി ഉണ്ടായിരിക്കും കാറ് പാർക്ക് ചെയ്യാനായിട്ട്. ഇത് ഈ വീഡിയോ അമ്മനോട് എടുക്കാൻ പറഞ്ഞാൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ, ചെങ്കല്ല്, അതായത് പഴയ വീടിൻ്റെ ചെങ്കല്ല് ഓരോ കട്ടകളായിട്ട് ഇങ്ങനെ തലയിലേക്ക് വീഴാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുറച്ച് മുന്നേ, ഇത് ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞു. ഇപ്പോൾ ചെങ്കല്ലിൽ കയറ്റിയൊരു വീട്
ഇടിഞ്ഞു പൊളിഞ്ഞ് ചാടിയൊരവസ്ഥ, അതായത് കഴക്കൂട്ടത്ത് അല്ലേ. ചെങ്കല്ലിൽ വീട് ചെയ്യണേ കൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മളെ ഇത്രയും വലിയ മഴക്കാലത്തൊക്കെ ഇങ്ങനെ ചെങ്കല്ലിൽ ചെയ്യുമ്പോൾ, പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം എല്ലാവരും ചാട്ടവും കാര്യങ്ങളും, ചാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെങ്കല്ല് നനയാത്ത രീതിയിലായിരിക്കും മെയിൻ സ്ലാബ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവും അല്ലേ. ഇപ്പോൾ മെയിൻ സ്ലാബ് ചെയ്യണ വീടുകൾക്കൊക്കെ ഈ എലിവേഷന് വേണ്ടിയിട്ട് ഒരുപാട് ചാട്ടങ്ങളൊക്കെ ഒഴിവാക്കിയിടും. അങ്ങനെ ഒഴിവാക്കിയിടുമ്പോൾ എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, മെയിൻ സ്ലാബ് കഴിഞ്ഞ് കിടക്കുകയാണെങ്കിൽ കൂടി തേപ്പും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ മഴക്കാലം കഴിഞ്ഞിട്ടാവും ചിലപ്പോൾ അവർ ചെയ്യുക. അപ്പോൾ എന്താ ഉണ്ടാവുക വെച്ചിട്ടുണ്ടെങ്കിൽ, മഴ പെയ്യണ കംപ്ലീറ്റ് വെള്ളം ഈ ചെങ്കല്ല് കുടിച്ചെടുത്തിട്ട് അതിൽ ചില കല്ലുകൾ ചിലപ്പോൾ മോശം കല്ലുകളാണെന്നുണ്ടെങ്കിൽ ആ കല്ലിന് ബലക്ഷയം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വീടിന് ദോഷം തന്നെയാണ്. കാരണം എല്ലാ ചെങ്കല്ലും നല്ല സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ചില ചെങ്കല്ലുകൾ ചിലപ്പോൾ കാണാൻ മാത്രമേ സ്ക്വയർ ഉണ്ടായിരിക്കുള്ളൂ, അതിൻ്റെ ഉള്ളിൽ അത്രത്തോളം സ്ട്രെങ്ത് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇങ്ങനെ മഴവെള്ളം സ്ഥിരം വന്ന് ഇങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പെയ്യണ മഴ ഫുള്ളായിട്ട് കൊണ്ടുകഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് കുതിർന്നിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സാധനം ബലക്ഷയം സംഭവിച്ചിട്ട് ആ ചുമര് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മെയിൻ സ്ലാബിന് ഒരിക്കലും എയറിൽ നിൽക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെയാവും അവിടെ അപകടം സംഭവിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം അവിടെ കോൺക്രീറ്റ് പില്ലറൊന്നും തകർന്ന് വീണായിട്ട് കണ്ടില്ല. ചുമര് പോയപ്പോൾ പിന്നെ സ്ലാബ് പൊളിഞ്ഞിട്ടല്ലാണ്ട് വേറെ ഓപ്ഷനൊന്നുമില്ല. അങ്ങനെ ഇതൊക്കെ ഒരു ദിവസത്തെ വീഡിയോ, 2 ദിവസത്തെ വീഡിയോ ആണ് അല്ലേ, 2 ദിവസത്തെ വീഡിയോസാണ് കേട്ടോ അത്. അതായത് ഈ സൈറ്റുകളൊക്കെ ഓരോ സൈറ്റത്തെ ഓരോ പരിപാടി എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്ത് അടുത്ത സൈറ്റിലേക്ക് വരിക. ഇത് നമ്മൾ ഇരിഞ്ഞാലക്കോട്ടുള്ള സൈറ്റാണ്. ഇവിടെ ഇപ്പോൾ ചുമരിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചായി, ഏകദേശം പകുതിയോളം കഴിഞ്ഞു. ഇപ്പോൾ ഇവിടുത്തെ ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫ്രണ്ടിൽ ആകെ ചളിയായി. ഇനി കോറി വേസ്റ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്താലേ ഇനി അടുത്ത മെറ്റീരിയൽസ് വരുള്ളൂ. ചളി ആയുള്ള ഇതെന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സാധാരണ നമ്മൾ വേനൽക്കാലത്ത് ഒരു പ്രൊജക്റ്റ് ചെയ്യണമെന്നല്ല, നമുക്ക് മെയിനായിട്ട് ഈ എംസാൻഡ് മെറ്റലൊക്കെ സൈറ്റിലെത്തണം. ഇത് സൈറ്റിലെത്തിയാൽ മാത്രമേ ഉള്ളൂ സ്മൂത്തായിട്ട് വർക്ക് നടക്കുക. അപ്പോൾ ചളിയായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലോറി വരാണ്ടായിരിക്കും. ഇപ്പം ഞങ്ങൾ തന്നെ ഇത്ര റിസ്ക് എടുത്തിട്ടാണ് വർക്ക് ചെയ്യണത്. കാരണം ഈ മഴയിൽ നിന്ന് കയറാണ്ട് ഇത്രയും പവർ ടൂൾസ് എല്ലാ സാധനങ്ങളും ഉപയോഗിച്ച് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ ഹെവി റിസ്ക്കാണ്. പിന്നെ ഞങ്ങളെ കേബിൾസും കാര്യങ്ങളും എല്ലാം ഫ്രഷ് ആക്കിയിട്ട്, അതായത് പുതിയ ഒരു ലീക്കേജും കൂടി ഇല്ലാത്ത, കാരണം നിങ്ങൾ കണ്ടില്ലേ താഴത്ത് ഫുള്ള് വെള്ളമാണ്. കറണ്ടിൻ്റെ ടൂൾസ് നമുക്ക് സത്യം പറഞ്ഞാൽ മഴയത്ത് ഉപയോഗിക്കാൻ പറ്റിയൊരു സാധനമല്ല. അപ്പോൾ നമുക്കാണെങ്കിൽ നമ്മളെ മെത്തേഡ് ഇതേപോലെ ചുമരിൽ കമ്പി അടിക്കണം, കമ്പി വെൽഡിങ് അടിക്കണം, ഇത് ഷീറ്റ് കട്ട് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഇത് എന്തായി കഴിഞ്ഞാൽ ഈ മെഷീനറീസ് ഉപയോഗിക്കാണ്ട് ഞങ്ങൾക്ക് ഈ വീടോട്ട് ചെയ്യാനും പറ്റില്ല. പിന്നെ ഇതിപ്പോൾ ഒരു 1300 സ്ക്വയർ ഫീറ്റുള്ള വീടല്ലേ, ഇത് മൊത്തം പന്തലിടാൻ ഇപ്പോൾ ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ പന്തലിട്ടിട്ട് പണിയെടുത്തായിരുന്നു ഒരു സൈറ്റ്. അന്ന് ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കാരണം ഇപ്പോൾ പന്തലിടാൻ വിളിച്ചു കഴിഞ്ഞാൽ ആരും വന്നിട്ട് പന്തലിട്ടിരുന്നില്ല. കാരണം നമുക്ക് 10 അടിയാണ് ചുമരിൻ്റെ ഹൈറ്റ് വരുന്നത്. നമ്മൾ പന്തലിടണമെങ്കിൽ തന്നെ നമുക്കൊരു 15 അടിയോളം പൊക്കണം, എന്നാലല്ലേ ചുമര് ഇത്രയും ഉയർത്താൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു പന്തൽ ടീമിനെ വിളിച്ചിട്ട് നോക്കിക്കഴിഞ്ഞാലും അവരാരും വന്നിട്ട് ഇത്രയും ഹൈറ്റിൽ പന്തലിട്ടിരില്ല. പിന്നെ കാര്യമായിട്ട് സെൻറ്ററിൽ കാലുകളൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ അപ്ലൈ ടെമ്പററി ഷീറ്റൊക്കെ ഇട്ടിട്ട് എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യണത്. കാരണം വർക്ക് ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് ഇത് കല്ലിലാ ചെയ്യണമെന്നുണ്ടെങ്കിൽ മഴയൊന്നൊരു വിഷയമല്ല. നമ്മൾ പിള്ളേരെ പോലെ റെയിൻ കോട്ട് ഇട്ടിട്ട് സുഖമായിട്ട് നിന്ന് പണിയാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഈ ധൃതി പിടിച്ച് ഈ മഴയത്ത് ഇപ്പോൾ ഈ സാധനം എല്ലാം വെക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാനിതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഇവിടെ വലിയ ജനലാണ് വരുന്നത്. അപ്പോൾ വലിയ ജനൽ വരണതിന് നമുക്ക് അടിയിൽ ഒരു 15 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ബേസ് വേണം. അപ്പോൾ ഈ ഇന്ന് ഫസ്റ്റത്തെ ദിവസം ഞാൻ ഈ 15 സെൻറ്റിമീറ്റർ ബേസ് ഇട്ട് റെഡിയാക്കി കഴിഞ്ഞാലേ ഉള്ളൂ നാളെ രാവിലെ നമുക്ക് ആ ജനലുകൾ വെക്കാൻ പറ്റുക. പിന്നെ ഈ ഹിന്ദിക്കാർ മാത്രമാകുമ്പോൾ ചില ആൾക്കാർക്കൊരു ബുദ്ധിമുട്ട് പറയാറുണ്ട് കേട്ടോ. അയ്യോ ഇവർ മാത്രമാണ്, ഒരു മലയാളി ഇല്ലെങ്കിൽ ശരിയാവോ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ നമ്മുടെ ഈ ഒരു സൈറ്റ് ഫുള്ളി ഹിന്ദിക്കാർ മാത്രമാണ്. പക്ഷേ ഈ ചുമര് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. ഈ ചുമര് അത്രയും നന്നായിട്ട് ഫിനിഷിങ്ങിലാണ് അവർ ചെയ്തിരിക്കുന്നത്. ഹിന്ദിക്കാരെന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ നമ്മളെ വർക്ക് വീടുകൾ ചെയ്തു തരുന്ന ആൾക്കാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ മോട്ടുമാണ് ഈ വീട് ചെയ്യണത്. അതായത് എപ്പോഴും ഞാൻ പറയണേ മാത്യു സാറിൻ്റെ വീട് ഇപ്പോൾ ആൻറ്റി പോകുമ്പോൾ ചോദിക്കില്ലേ മോട്ട് എവിടെയാണ്. അപ്പോൾ ഇവരൊക്കെ ഒരു വീട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എല്ലാവരും പരിചയമാണ്. തോമസ് ചേട്ടൻ്റെ വീട് മോട്ടുമാണ് ചെയ്തത് അല്ലേ, ഞാനും മോട്ടും പോലെയാണ് തോമസ് ചേട്ടൻ്റെ വീട്. പിന്നെ നമ്മുടെ കട്ടപ്പനയത്തെ അബ്രഹാം ചേട്ടൻ്റെ വീട് ഇവർ ചെയ്തതാണ്. ഇവർക്കൊക്കെ ഇപ്പോഴും നമ്മുടെ എല്ലാ ക്ലയൻസിനും കേട്ടോ ഇവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവരെ ഇഷ്ടമാണ്. ചെയ്യുന്നതിന് മുമ്പ് ഞാൻ സ്റ്റാർട്ടിങ് ടൈമിൽ ചോദിക്കും ഒരു മലയാളിയെങ്കിലും ഉണ്ടാവുമോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ നമ്മുടെ മെയിനായിട്ട് ഞാനെന്താ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അവരോട് കോർഡിനേഷനേ വേണ്ട. വർക്കിൻ്റെ കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസും നമ്മളോട് പറഞ്ഞു. പണിക്കാരോട് എന്ത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതായത് ക്ലയൻറ്റ് പറയുന്ന പണി എൻ്റെ പണിക്കാർ ചെയ്യില്ല. അവരോട് ഞാൻ എന്താണ് ഇൻസ്ട്രക്ഷൻ കൊടുക്കണം അത് മാത്രമേ ചെയ്യുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇത് കോൺക്രീറ്റിലുള്ള ചുമരാണ്. ക്ലയൻറ്റിന് പെട്ടെന്നൊരു ഐഡിയ മാറിയിട്ടില്ലേ അവിടെ അങ്ങനെ വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതായത് അവർ കേൾക്കില്ല. നമ്മളെന്താണോ ഒരു ദിവസം വന്ന് പറഞ്ഞു കൊടുക്കണത്. അപ്പം നമ്മൾ എല്ലാ സൈറ്റുകളിലും എത്തണില്ല എന്നേ ഉള്ളൂ. ഞങ്ങൾ
അതാത് സമയത്ത് ഒരു ചുമര് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നമ്മളോട് ചോദിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കണ ചുമരാണ് അവർ വെക്കണത്. ഇത് മണ്ണുത്തിയിൽ ഇപ്പോൾ ആദ്യം കാണിച്ചു തരുന്ന ആ ഒരു വെറൈറ്റി വീടാണ് കേട്ടോ. ഇവിടെ ഭയങ്കര മഴയാണ്. ഇത് തുടങ്ങിയ മുതൽ ഈ ഒരു ചെറിയൊരു ചുമര ഇട്ട് കൊടുക്കാനുള്ള 5 അടി, അത് തുടങ്ങിയ മുതൽ മഴയായിരുന്നു. ലാസ്റ്റ് ഒരു 8 മണിയായപ്പോൾ എനിക്ക് ഒരു മഴ പെയ്തും എല്ലാവരും തണുത്തിട്ട് മാറി നിന്നു. പിന്നെ മനോട്ടം വന്ന് അവരെ ഞാൻ മഴയത്ത് നിന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ അവര് വന്നു. അതാണ് അവര് തീർക്കാന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാവരും വന്ന് ചെയ്ത് തീർത്തു. അങ്ങനെ 11 മണിയായിരുന്നു അന്ന് ആ വർക്ക് ചെയ്ത് തീർക്കുമ്പോൾ. പക്ഷെ അത് ചെയ്ത് തീർത്താലേ പിറ്റേ ദിവസം ഷീറ്റ് അഴിക്കലും നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകലും, അല്ലെങ്കിൽ പിന്നെ വണ്ടി പിന്നെ ഒരു ദിവസം കൂടെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അങ്ങനെയൊക്കെ അടുത്ത സൈറ്റിൽ തുടങ്ങണം, ഷീറ്റ് വേണം. അങ്ങനെ മൊത്തത്തിൽ അന്നത് ഇട്ടേ മതിയാവുള്ളൂ. അങ്ങനെ ലാസ്റ്റ് അത് അന്ന് അവർ ഇട്ടു കിട്ടോ എല്ലാവരും കൂടി. അതാണെങ്കിലോ തറയിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഫുള്ള് മഴയും ഫുള്ള് ചളി. പിന്നെ ഇതിൻ്റെ ബേസ്മെൻറ്റും നമ്മുടെ ഹിന്ദിക്കാരനെയാണ് കേട്ടോ ഇട്ടത്. ബബലും ടീമുമാണ് ഇതിൻ്റെ ബേസ്മെൻറ്റ് ഇട്ടത്. അപ്പൊ ആദ്യം പറഞ്ഞത് അതാണ്. മൂന്നാറും കാന്തല്ലൂരും ആരാ ചെയ്തത്? അതും ഇവലും മൂട്ടും കൂടെയാണ് ചെയ്തത്. നമ്മൾ മലയാളികളെ വെക്കണ സൈറ്റിലേക്കുള്ള പ്രത്യേകത എന്താ വെച്ചാൽ, മലയാളികളെ ഞങ്ങൾ സൈറ്റിൽ സൂപ്പർവൈസറാക്കി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ സൈറ്റിലേക്ക് ഞങ്ങൾ പോവുകയില്ല. ഇപ്പോൾ 4000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് ധനേഷ് ചെയ്യുന്നുണ്ട് എവിടെ? വയനാട്. ഫസ്റ്റ് തുടങ്ങുന്ന ദിവസം മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ അല്ലേ. പിന്നെ കാരണം മലയാളി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനുള്ള പോലെ തന്നെ അവർ അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും നോക്കി. അതിനാണ് ഇപ്പോൾ മണി നമ്മൾ കോഴിക്കോട് ഒരു സൈറ്റിലേക്ക് പറഞ്ഞയക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മണീനൊരു സൈറ്റിലേക്ക് ഒറ്റയ്ക്ക് വിടുകയാണെങ്കിൽ അവിടേക്ക് പിന്നെ നമ്മൾ പോവില്ല. അങ്ങനെ 11 മണിക്ക് പണിയും കഴിഞ്ഞിട്ട് തൃശ്ശൂർ ഏതോ ഒരു ഹോട്ടലെടുത്തു ബുക്ക് ചെയ്തിരുന്നു. അന്ന് രാത്രി അവിടെയാണ് സ്റ്റേ ചെയ്തത്. ആകെ ബോട്ടിൽ എടുക്കുമ്പോഴുള്ളൊരു പ്രശ്നമൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, രാത്രി ആവും 12 മണിക്കാണ് റൂം എടുക്കുന്നത്. വണ്ടി നിർത്താൻ സ്ഥലം ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. ഇത് ഞാൻ പാർക്കിംഗ് നോക്കിയിട്ട് തന്നെ ചെയ്യല്. പിന്നെ നമ്മുടെ ഹിന്ദിക്കാർ അങ്ങനെ തിരിച്ച് വന്നിട്ടുണ്ട്. ഇന്നലെ അവര് തിരിച്ചെത്തിയിട്ടുണ്ട്. പോയാലും പൂർവാധീന ശക്തിയോടെ 6 പേരാണ് നമ്മളെ മെയിൻ സ്ലാബ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അവർ ചട്ടുപെട്ട്, അതുകൊണ്ടാണ് നമുക്ക് മെയിൻ സ്ലാബിന് ഒരു ഡിലേ ഇല്ലാണ്ടിരുന്നത്. അതായത് 4 ടീം ചുമര് വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ 6 പേര് 1 മാസം കൊണ്ട് തന്നെ മാക്സിമം അടിച്ച് വാർക്കാറുണ്ട്. ഇപ്പോൾ 9 പേരാണ് തിരിച്ചു വന്നിരിക്കുന്നത്. 9 പേര് തിരിച്ചു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഒരു 6-7 മെയിൻ സ്ലാബുകൾ ചെയ്യാനുണ്ട്. പക്ഷേ ചട്ടുപിടുന്നതിന് തന്നെ മഴയുടെ ഗ്യാപ്പും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ടപ്പെന്ന് പറഞ്ഞിട്ട് തീരും. അപ്പം നമ്മളെ പണിക്കാരെ ഷോർട്ടേജ് താൽക്കാലികമായിട്ട് ഫുള്ളായിട്ട് തീർന്നു. പിന്നെ കണ്ടു, ഇന്നലെ ന്യൂസിൽ കണ്ടായിരുന്നു ഒരുപാട് പേര് തിരിച്ചു വന്നിട്ടുണ്ട്. ഇന്നലെ ആലുവ ബ്ലോക്ക് ആയിരുന്നു എന്നാണ് കേൾക്കുന്നത്. കാരണം ഫുള്ള് ട്രെയിനിൽ വന്നിറങ്ങിയിട്ടേ മൊത്തത്തിൽ എല്ലാവരും പാലക്കാടും അങ്ങനെ കണ്ടു ന്യൂസ്. അപ്പോൾ അതുകൊണ്ട് ഇനിയൊരു എല്ലാവർക്കും പണിക്കാർ വരട്ടെ, എന്നാലല്ലേ ഉള്ളൂ പഴയ പോലെ കൺസ്ട്രക്ഷൻ നടക്കുക. കൺസ്ട്രക്ഷൻ മാത്രമല്ല, ഹോട്ടൽ മേഖല അതെ ആൾക്കാർക്ക് നമുക്ക് ഗ്യാസ് ഇല്ലാത്തതിൻ്റെ അത്രയും ബുദ്ധിമുട്ട് തന്നെയാണ് ഇവർ പോയപ്പോൾ. ഒരു വർക്കും നടക്കണില്ല. അപ്പോൾ നമ്മളൊക്കെ ഒരു മെയിൻ സ്ലാബ് ചെയ്യാനൊക്കെ എത്ര ബുദ്ധിമുട്ടി എന്നുള്ളത് ആൾക്കാരെ കിട്ടാഞ്ഞിട്ട്. കാരണം ആരും പറഞ്ഞിട്ട് കാര്യമില്ല, ഇങ്ങനത്തെ വർക്കുകൾ എടുക്കാൻ വേറെ ആരും വരുന്നില്ലല്ലോ. അപ്പോൾ അവർ തന്നെ ഇപ്പോൾ കടകളിലും എല്ലായിടത്തും ഭായിമാരാണ്. ഭായിമാരില്ലാണ്ട് സത്യം പറഞ്ഞാൽ കേരളത്തിലൊന്നും നടക്കില്ല എന്ന് ഈ ഒരു ഇലക്ഷൻ കാരണം ഒരുവിധ ആൾക്കാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഇവർ ഷോർട്ടേജ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മുതലെടുക്കാനും കുറച്ച് ഭായിമാരുണ്ട്. അതായത് മലയാളികളിൽ പണിയെടുക്കാണ്ട് നിൽക്കുന്ന സൂപ്പർവൈസർമാരെ പോലെ, നമ്മളെ സൂപ്പർവൈസർമാരല്ല ഉദ്ദേശിച്ചത്, കുറച്ച് ആൾക്കാരുണ്ടല്ലോ മലയാളികളിൽ പണിയെടുക്കാണ്ട് ഭായിമാരെ വെച്ചിട്ട്. അത് പണ്ട് കാലത്തായിരുന്നു. ഇപ്പം എന്താ അവസ്ഥ എന്നറിയാം, ഇപ്പം ഈ ഭായിമാർ തന്നെയാണ് ഭായിമാരെ സൂപ്പർവൈസർ. അതെ, ഞങ്ങളൊരു പണിക്കാർ ഷോട്ട് വന്നപ്പോൾ ഒരു ടീമിനെ വിളിച്ചു. അപ്പോൾ അവൻ പറയണേ, ഞാൻ പോയി എല്ലാ സൈറ്റും നോക്കിയാലേ അവന് ശരിയാവുള്ളൂ. അതൊരു ഭായിയാ പറയണത് കേട്ടോ. അത് മാത്രമല്ല, അവർക്കുള്ള പ്രശ്നം എന്താ വെച്ചാൽ അവര് എവിടെയാണോ നിൽക്കണ ആര് ഇവിടെ മാത്രമേ ഉള്ളൂ അവർ വർക്ക് ചെയ്യണം. ഞങ്ങളെ പോലെ ദൂരത്ത് വന്നിട്ട് അവർ പണിയെടുക്കില്ല. പിന്നെ അവര് ഈ റൂമിനൊക്കെ ഒരുപാട് ക്ലയന്റിനോട് ഓൺലൈൻ മീറ്റിംഗ് ആണ്. ഒരുപാട് ആൾക്കാർ ചോദിക്കും നിങ്ങൾ ഓഫീസ് എവിടെയെന്ന്. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളെ ഓഫീസ്. കാരണം ക്ലയന്റ് ഉള്ളത് ദുബായിലാണ്. നമ്മൾ ആളുടെ സൈറ്റിൽ നിന്നിട്ടാണ് ഇപ്പോൾ ഓൺലൈൻ മീറ്റിംഗ് നടത്തുന്നത്. അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ ഓഫീസിൽ വന്നിട്ടും കാര്യമില്ല. കാരണം ഈ വീട് ചെയ്യേണ്ട ഇത് ആളുടെ സൈറ്റിൽ നിന്ന് സംസാരിക്കുമ്പോഴല്ലേ. അതെ, ഞാൻ എപ്പോഴും ഐഫൊക്കെ വിളിക്കുമ്പോൾ ഞാൻ പറയും സൈറ്റിൽ വരുമ്പോൾ തിരിച്ചു വിളിക്കാൻ തുടങ്ങി. കാരണം വെറുതെ പുറത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പുഴയൊക്കെ നിറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. അതായത് ഐഫൊക്കെ പറയണത് ഈ പുഴ ഏകദേശം ഇങ്ങോട്ട് അല്ലേ നല്ല നിറഞ്ഞു കഴിഞ്ഞാൽ ഒപ്പമാവും. അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ ഇതിപ്പോൾ ഓൾറെഡി അവർ ബേസ്മെൻറ്റ് ഇട്ടതാണ്, കോളം ഫൂട്ടിംഗ് ഒക്കെ ചെയ്ത് പ്ലിന്തിൽ ഇട്ടതാണ്. പക്ഷേ ഇപ്പോഴും റോട്ടിൽ നിന്ന് ഒരു 2 അടിയോളം താഴ്ന്നിട്ടാണ് ഈ തറ കിടക്കുന്നത്. അപ്പോൾ എന്തായാലും ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിതൊരു 2.5 അടിയും കൂടിയും തറ പൊക്കിയിട്ട്, അതായത് റോഡ് ലെവലിൽ നിന്ന് വീടിന് ഹൈറ്റ് കൂട്ടിയിട്ട് തന്നെയാണ് ഇപ്പം ഇനി ചെയ്യാൻ പോണത്. വീണ്ടും അടുത്ത സൈഡിലേക്ക് എത്തി. അതായത് ഇന്നലെ ഞാൻ പറഞ്ഞ കട്ട്ലിങ് ജനലും ഒക്കെ വെക്കാനാക്കി സെറ്റാക്കി പോയതാണ്. അപ്പോൾ വീണ്ടും ഇരിഞ്ഞാലക്കൂടെ അടുത്ത സൈറ്റിലേക്ക്. അപ്പോൾ ഇങ്ങനെയാണ് റൊട്ടീൻ അല്ലേ. ഒരു സൈറ്റിൽ നിന്ന് ഒരു സൈറ്റിലേക്ക് ഓടുക. അതിൽ മഴ ഉണ്ട്,
വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഇനി ഇവിടെ നമ്മൾ കട്ടളയും ജെൻറ്റുകളും മാക്സിമം അവർക്ക് 1-2 ദിവസത്തേക്കുള്ള വർക്കുള്ളത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കഴിഞ്ഞിട്ട് ഇവിടേക്ക് വന്നാൽ മതി. അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പിലാണ്. ജനലും എല്ലാം വന്നിട്ട് ഇപ്പോൾ 2-3 ദിവസമായി. ഇവിടെ കുറച്ച് മഴയായിട്ട് 1-2 ദിവസം ഡിലേ വന്നില്ലെങ്കിൽ ഇപ്പോൾ അത് കുറച്ചും കൂടെയൊക്കെ ചുമര് കയറേണ്ടതാണ്. കാരണം അത്യാവശ്യം വലിയ കട്ടളയും ജനലുകളാണ് വെക്കാനുള്ളത്. അപ്പോൾ ഇപ്പം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നോർമൽ രീതിയിലാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇത് ഓരോത്തിനും ഡിസൈൻ അനുസരിച്ചിട്ട് ഇത് അങ്ങോട്ട് നീക്കി വെക്കാൻ ഇങ്ങോട്ട് നീക്കി വെക്കാനൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് ഇട്ട് വെച്ചിട്ട് രണ്ടാമത് കണ്ട് കട്ടള ജനലും വെക്കില്ല. അങ്ങനെയാണെങ്കിലും ഈസിയാണ്. ഇപ്പോൾ ചില സൈറ്റിൽ അമ്മൂനത് കോർഡിനേഷൻ ചെയ്ത് ചുമരാകുമ്പോഴേക്കും ആവാറില്ല. മാക്സിമം വരുന്നത് ചുമരാകുമ്പോൾ വെക്കും. അല്ലാത്തത് കൺഫർമേഷൻ എടുത്തിട്ട് മാത്രമാണ് ഇപ്പം കട്ടലും ജനലും വെക്കാറുള്ളൂ. ഡ്രോയിങ് കൊടുത്ത് അനുഭവം ഗുരുവാണ്. അതെ, ഒരു കൺഫേം പറഞ്ഞിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു മാറ്റും. ചിലവർ കൺഫേം പറഞ്ഞാൽ കൺഫേം തന്നെയാണ്. അപ്പോൾ വീണ്ടും ഇത് വരും, നമുക്ക് വീണ്ടും വരയ്ക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പോൾ ഒരു കട്ടലും ജനലും കൺഫേം ചെയ്യാൻ തന്നെ 1 വീക്കൊക്കെ ഇപ്പോൾ മാക്സിമം എല്ലാവരും എടുക്കാറുണ്ട്. സാധാരണ നമ്മളൊരു വർക്ക് തുടങ്ങുമ്പോഴാണ് ശരിക്കും ഇതിൻ്റെ ഡോർ ഫ്രെയിമും വിൻഡോസും ചെയ്യേണ്ടത്. അപ്പം അല്ലാണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഏകദേശം 35ഓളം പ്രൊജക്റ്റ് ചെയ്യാണ്ട് അതിൻ്റെ അടിയിലത്തെ മുകളിലത്തെ നിലേൻ്റെ കംപ്ലീറ്റ് കട്ടളയും ജനലും ഇപ്പോൾ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യണം. പിന്നെ ഈ സാധനമൊക്കെ ഉണ്ടാക്കിയിട്ട് എവിടെ കൊണ്ട് വെക്കാനാണ്? ഇത് സ്റ്റോക്ക് അടിച്ച് വെക്കാൻ പറ്റണ്ടേ? കസ്റ്റമൈസ്ഡും അല്ലേ, എല്ലാവർക്കും ഇപ്പോൾ ഉണ്ടാക്കി വെച്ചത് വേണ്ട. എല്ലാവരുടെയും സൈസും ഡിഫറൻസ് ആണ്. അപ്പോൾ അത് ഉണ്ടാക്കി വെക്കൽ ഒരിക്കലും പോസിബിൾ അല്ല കേട്ടോ. അതുള്ള ഒന്നാമത്തെ കാര്യം അതാണ്. പിന്നെ ഫസ്റ്റ് മുതലേ കോർഡിനേഷൻ ചെയ്തിട്ട് വേണമെങ്കിൽ നമ്മളെ പ്രൊജക്റ്റ് ആകുമ്പോഴേക്ക് ഫൈനലൈസ് ചെയ്ത് വെക്കാൻ പറ്റും. അതിനൊന്നും ആരും ശ്രമിക്കാറില്ല. ഇല്ല, അത് നോക്കാറില്ല. അത് ഇനി നമുക്ക് സൈറ്റിൽ വന്ന് ഡിസ്കസ് ചെയ്യാതെ മിക്കവരും പറയാറുള്ളൂ. അപ്പോൾ അവർക്ക് ഓരോ സൈറ്റിൽ കാണുന്ന പ്ലാൻ അനുസരിച്ചിട്ട് അത് ഉണ്ടാക്കേണ്ടി വരികയും അതൊക്കെയാണ്. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ നമ്മൾ കട്ടിലും ജനലും ഇവിടെ എന്തായാലും ഫൈനലൈസ് ചെയ്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സാറ് വിളിച്ചപ്പോൾ സാറിന് എനിക്ക് അത്രയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. സാറ് വിചാരിച്ച പോലെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത്രേ വേണ്ടുള്ളൂ. കാരണം ഇതിൻ്റെ ഹൈറ്റും കാര്യങ്ങളും അവർ വരച്ചറിഞ്ഞ കള്ളികളും അതൊക്കെ അതുപോലെ വെക്കുക എന്നുള്ളതാണ്. കാരണം നമുക്കിതൊക്കെ പല മോഡലുകളും ഉണ്ട്. ഇരുമ്പിൽ ഇഷ്ടം പോലെ മോഡൽ. നമ്മൾ ഏത് ഡിസൈൻ കൊടുത്താലും അവർ അടിച്ചു തരും അല്ലേ? ഏത് ഡിസൈനാണോ നമ്മൾ വരഞ്ഞു കൊടുക്കുന്നത് ആ ഡിസൈനിൽ അടച്ചു തരും. 20 അടി ഹൈറ്റ് വേണം, 20 അടി ഹൈറ്റിൽ അവർ ചെയ്യും. അപ്പോൾ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ഇങ്ങനത്തെ വീടുകൾ വയ്ക്കുമ്പോൾ ഈ ഒരു കട്ടളയും ജനലിൽ തന്നെയാണ്. ഏറ്റവും വായും വെളിച്ചവും വീടിൻ്റെ ഉള്ളിലേക്ക് കയറുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വാസ്തു. അതിലും വലിയൊരു വാസ്തു ഇല്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് പണ്ടെന്ന് പറഞ്ഞാൽ ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു മരത്തിലൊക്കെ ചെയ്യണ സമയത്ത് മാക്സിമം ഒരു 10 അടിയിലൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ മരത്തിൽ വെരി ഹെവിയാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് മറ്റേ 2 നിലയുള്ള വീടാണ്. 20 അടി പൊക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെഡിയാണ്. നമ്മൾ പൊക്കിയിട്ടുണ്ട്. 16 അടിയിൻ്റെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഫുൾ ഹൈറ്റിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെക്കാൻ പറ്റും. അതൊക്കെ ക്ലയൻറ്റിൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ ഓരോ വീഡിയോസും നമ്മളതും അതുപോലെ തന്നെ ഇന്ന് പറഞ്ഞാൽ എല്ലാ സോഷ്യൽ മീഡിയയിലും ഇങ്ങനെ വീടിൻ്റെ മോഡലുകൾ വരില്ലേ. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഏതാ വെക്കേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷനാണ്. അത് ഡിസൈഡ് ആയി എടുക്കാനാണ്. പിന്നെ കുറച്ച് ആൾക്കാർ ഇത് വെക്കണ സമയത്ത് നമ്മളെ അഭിപ്രായം ചോദിക്കും ഏതാണെന്ന്. ഞാനെങ്ങാനും നല്ലത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ രണ്ടും പാടെ കൂടിയിട്ട് ഇതാവും. അപ്പോൾ അവർക്ക് ട്രഡീഷനിൽ നിന്ന് മാറാനും പറ്റില്ല. പിന്നെ നമ്മളത് ഒഴിവാക്കാനും പറ്റില്ല. അങ്ങനെ ജനലെല്ലാം വെച്ചിട്ട് നമ്മൾ പിന്നെ വീട്ടിൽ പോയില്ല. ഇന്ന് ഇവിടെ റോസ് റെസിഡൻസി എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ ഇവിടെ സ്റ്റേ ചെയ്തു. കാരണം ഇരിഞ്ഞാലക്കുട തന്നെ. കാരണം ഇനി തിരിച്ചു പോയി രാവിലെ നേരത്തെ വരൽ പോസിബിൾ അല്ല. ഇന്ന് ഞങ്ങൾ എന്തായാലും വീട്ടിൽ പോകണം എന്നുള്ള പ്ലാനിലാണ്.